ജാതി പറയരുത് എന്നുണ്ട്. എന്നാൽ മഹർ എന്നിവിടെ എടുത്തു പറഞ്ഞത് ഇതൊരു PSC ചോദ്യമായി വന്നിട്ടുണ്ട്. അപ്പൊ മഹർ എന്ന ജാതിയിലാണ് അംബേദ്കർ ജനിച്ചത്. കേരള PSCയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്ന ചില വ്യക്തികളെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും പ്രസ്ഥാനങ്ങളും പത്രങ്ങളും ഒക്കെ PSCയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചില വ്യക്തികളെ നാം പരിചയപ്പെടാൻ പോകുന്നു. ആദ്യമായി നാം പരിചയപ്പെടുന്നത് നമ്മുടെ ഒക്കെ നിലനിൽപ്പിന് കാരണമായ ഇന്ത്യ എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാജ്യം ഇന്നും നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണക്കാരിൽ ഒരാളായ BR അംബേദ്കറെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടന മറ്റു പല ഭരണഘടനകളും പരിചയപ്പെട്ട് അതിൽ നിന്നുമൊക്കെ വളരെ വിശേഷപ്പെട്ട മുത്തുകൾ എടുത്ത് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത്. അദ്ദേഹത്തെ നമുക്കിവിടെ കാണാം. ഇതാ അദ്ദേഹത്തെ പിടിച്ച് ചില പ്രതിഷേധക്കാർ നിൽക്കുകയാണ്. അവർ ഒരു പ്രതീക്ഷയുടെ സൂചകമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ BR അംബേദ്കറെ കുറിച്ച് നമുക്ക് വളരെ വലിയ രീതിയിൽ പഠിക്കാൻ സാധിക്കും. ഇന്ന് ഈ പാഠത്തിൽ നമ്മൾ PSCയുമായി ബന്ധപ്പെട്ട് ആ പെർസ്പെക്റ്റീവിൽ നിന്നും വളരെ ചുരുങ്ങിയ ചില ഇൻഫർമേഷൻസ് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അദ്ദേഹത്തിന്റെ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ആദ്യമായി നമുക്ക് അദ്ദേഹം ജനിച്ചത് 1891 ഏപ്രിൽ 14 അദ്ദേഹം ജനിച്ചത്. മഹർ ജാതിയിൽപ്പെട്ട, മഹർ എന്നത് ഒരു ദളിത് ജാതിയാണ്. ദളിത് ജാതിയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാതി പറയരുത് എന്നുണ്ട്. എന്നാൽ മഹർ എന്നിവിടെ എടുത്തു പറഞ്ഞത് ഇതൊരു PSC ചോദ്യമായി വന്നിട്ടുണ്ട്. അപ്പൊ മഹർ എന്ന ജാതിയിലാണ് അംബേദ്കർ ജനിച്ചത്. മഹർ എങ്ങനെ ഓർത്തു വെക്കാം? മഹർ ജാതിക്കാർ, അംബേദ്കറും അംബേദ്കറിന്റെ കുടുംബവും ഒക്കെ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ളവരാണ്. മഹാരാഷ്ട്രയിൽ നിന്നും പോയിട്ടുള്ളവരാണ്. ഈ മഹാരാഷ്ട്രയിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ, അവിടുത്തെ ആദ്യ ജനങ്ങളാണ് മഹർ എന്നാണ് ഒരു ചരിത്രം. അപ്പൊ ഈ ദ പീപ്പിൾ ഓഫ് ദ ഗ്രേറ്റ് കൺട്രി, മഹാരാഷ്ട്ര, അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജനങ്ങൾ മഹർ എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് ഈ മഹർ വന്നതിന്റെ ഒരു ചരിത്രമായി പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം, മഹാരാഷ്ട്രയുടെ മഹർ, മഹർ എന്ന ജാതി അങ്ങനെ ആലോചിക്കാം. അപ്പൊ അദ്ദേഹം മഹർ എന്ന ജാതിയിലാണ് ജനിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജനനത്തിനൊക്കെ ശേഷം അദ്ദേഹം ദളിതനായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നേടുന്നതിലൊക്കെ ഒരുപാട് ഉച്ചനീചത്വങ്ങളൊക്കെ നേരിട്ട്, അദ്ദേഹത്തെ പല അവഗണനകളും നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് വന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു കഥ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ അച്ഛൻ വന്നിരുന്നത് അംബാഡാവെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശത്ത് നിന്നായിരുന്നു. അപ്പൊ അംബാഡാവയിൽ നിന്നും വന്ന ആളുകൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സർനെയിമായി കൊടുത്തിരുന്നത് അംബാഡാവേക്കർ എന്നായിരുന്നു. മഹാരാഷ്ട്രയിൽ അംബാഡാവേക്കർ എന്നുള്ളത്, അവിടെ കർ എന്നുള്ളത് ജനങ്ങൾ എന്നുള്ള സൂചകമായിട്ട്. അത്തരത്തിലുണ്ടായിരുന്ന പേര് അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകൻ, ഒരു അംബേദ്കർ എന്ന സർനെയിമുള്ള ഒരു അധ്യാപകനാണ് ആ അംബാഡാവേക്കർ മാറ്റി അംബേദ്കർ ആക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ചെറിയൊരു കഥയാണത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം വിദ്യാഭ്യാസം നേടി. അദ്ദേഹം ബോംബെയിൽ വന്നു, കോളേജ് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പല വിഷയങ്ങളിൽ പഠിച്ച് ബിരുദം നേടി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ഫിലോസഫി എന്ന് വേണ്ട പല മേഖലകളിലും അറിവ് കരസ്ഥമാക്കി അങ്ങനെ ഇന്ത്യയിൽ വന്നു. അപ്പോൾ താൻ പഠിച്ചുകൊണ്ടിരിക്കെ നേരിട്ട ഉച്ചനീചത്വങ്ങളുടെ എല്ലാം ഓർമ്മയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ ദളിത് വിരുദ്ധ കാര്യങ്ങൾക്കെതിരെ, ദളിതന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ള പോരാട്ടത്തിലാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. ഈ ആരംഭത്തിൽ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഒരാഴ്ച പതിപ്പിറക്കി 1920 മൂക് നായക് എന്നാണ് ആഴ്ചപ്പതിപ്പിന്റെ പേര്. ഈ പേര് ഓർമ്മിച്ചു വെക്കാൻ നിങ്ങൾ ആലോചിക്കുക, മൂക് നായക് എന്ന് പറയുന്നത് ലീഡർ ഓഫ് ദ സൈലന്റ് എന്നാണ്. മൂകൻ ബധിരൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ മൂഗ് എന്ന് വെച്ചാൽ നിശബ്ദരുടെ നേതാവ് എന്നുള്ള തലത്തിൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ നിശബ്ദരാക്കപ്പെട്ട ജനവിഭാഗം എല്ലാ കാലത്തും ദളിത് വിഭാഗങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി, മൂകന്മാരാക്കപ്പെട്ട അവരുടെ നായകൻ മൂക് നായക് എന്നുള്ളത് ദളിത് ആക്ടിവിസത്തിൽ മറ്റൊരു നായകൻ താരതമ്യം ചെയ്യാൻ വണ്ണം ഇല്ല. അപ്പോ അംബേദ്കർ എന്നുള്ളത് നിങ്ങൾക്ക് മൂക് നായകനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. 1920 അദ്ദേഹം മൂക് നായക് എന്ന് പറഞ്ഞ ആഴ്ചപ്പതിപ്പ് ഇറക്കി. ഇതും PSCയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്.
അപ്പൊ അങ്ങനെ ഇരിക്കെ അദ്ദേഹം നിയമത്തിൽ ബിരുദം നേടി മുംബൈ കോടതിയിൽ പരിശീലനം നടത്തി തുടക്കുന്ന കാലഘട്ടത്തിൽ ദളിത് വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഈ ദളിത് വിഭാഗങ്ങളിലെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി അദ്ദേഹം ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. ബഹിഷ്കൃത് ഹിതകർണിനി സഭ എന്നാണ് ആ പ്രസ്ഥാനത്തിന്റെ പേര്. അപ്പൊ ബഹിഷ്കൃത് ഹിതകർണിനി സഭ എന്നുള്ളത് ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി അംബേദ്കർ രൂപീകരിച്ച സംഘടനയാണ്. അപ്പൊ ബഹിഷ്കൃത് ഹിതകർണിനി സഭ എന്നുള്ള ഓർമ്മിച്ചു വെക്കാൻ നിങ്ങൾ ആലോചിച്ചോക്കെ. ബഹിഷ്കരിക്കപ്പെട്ട ജനത, ഇന്ത്യയിലെ എല്ലാ കാലത്തും ബഹിഷ്കരിക്കപ്പെട്ട ജനത ദളിത് വിഭാഗങ്ങളായിരുന്നു. അപ്പൊ ബഹിഷ്കൃത എന്നുള്ളത് ബഹിഷ്കരിക്കപ്പെട്ട ജനത എന്ന് ഓർക്കുക. ബഹിഷ്കൃത് ഹിതകർണിനി സഭ, ഇത് ഓർമ്മിച്ചു വെക്കുക. ഇതും ചോദ്യമായി വരാവുന്നതാണ്. അപ്പൊ അങ്ങനെ ബഹിഷ്കൃത ഹിതകർണിനി സഭ ആരംഭിച്ചു. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ വ്യാപ്തിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം മറ്റു പതിപ്പുകൾ ഇറക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള 2 പതിപ്പുകളാണ് ബഹിഷ്കൃത ഭാരതും ഇക്വാലിറ്റി ജനതയും. അപ്പൊ ബഹിഷ്കൃത ഹിതകർണിനി സഭയിൽ നിന്ന് നിങ്ങൾക്ക് ബഹിഷ്കൃത ഭാരത് കിട്ടും. ഇക്വാലിറ്റി ജനത എന്നുള്ളത് തുല്യത അവകാശപ്പെടുന്ന ജനത, ഇക്വാലിറ്റി ജനത ഇക്വാലിറ്റി ആവശ്യപ്പെടുന്നു. ഇക്വാലിറ്റി ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ ദളിതരും തൊഴിലാളി വർഗമാണെന്ന് കാണാം. അപ്പൊ ദളിതർ എന്നുള്ളതിൽ നിന്നും ഇക്വാലിറ്റി എന്നുള്ളത് ഓർമ്മിക്കാം. അങ്ങനെ ഇക്വാലിറ്റി ജനതയും ബഹിഷ്കൃത ഭാരതും അംബേദ്കർ ഇറക്കിയ 2 പതിപ്പുകളാണ്. അപ്പൊ അംബേദ്കറുടെ പേരിൽ 3 മാധ്യമങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടു. ഒന്ന് മൂകനായക്, മറ്റൊന്ന് ബഹിഷ്കൃത ഭാരത്, മറ്റൊന്ന് ഇക്വാലിറ്റി ജനത. അപ്പൊ അദ്ദേഹം ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ദളിത് മുന്നേറ്റങ്ങൾക്കും ഒരു സൈഡിൽ ദളിത് മുന്നേറ്റങ്ങളും മറ്റൊന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം ദളിത് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദളിതർ ഇന്ത്യയിൽ ഏറ്റവും നികൃഷ്ടരായി തീർന്നതിന്റെ കാരണമായി അദ്ദേഹം കണക്കാക്കിയിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് മനുസ്മൃതി ഉള്ളതുകൊണ്ടാണ്. കാരണം മനുസ്മൃതിയാണ് ഹൈന്ദവ നിയമങ്ങൾ സമാഹരിക്കപ്പെട്ട പുസ്തകമായി വന്നത്. അപ്പൊ മനുസ്മൃതി അനുസരിച്ചാണ് ഈ ദളിതർ ഏറ്റവും താഴെയാണ് എന്ന് വരുന്നത്. അപ്പോൾ അദ്ദേഹം മനുസ്മൃതിയെയും മനുവിന്റെ ആശയങ്ങളെയും എതിർത്തു. അങ്ങനെ 1927 ഡിസംബർ 25 1927 ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹവും തന്റെ അനുയായികളും ചേർന്ന് മനുസ്മൃതി കത്തിച്ചു. അങ്ങനെ മനുസ്മൃതി കത്തിച്ച് പ്രതിഷേധിച്ചു. ഈ ദിനം ഡിസംബർ 25 എന്നുള്ളത് അംബേദ്കർ ഫോളോവേഴ്സ് മനുസ്മൃതി ദഹന ദിനമായി ആചരിക്കുന്നു. മനുസ്മൃതി ദഹന ദിനം അത്ര വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓർമ്മിച്ചു വെക്കാവുന്നതാണ്. മനുസ്മൃതി കത്തിച്ച സംഭവം ദിവസവും അംബേദ്കറും അനുയായികളും ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ ഭാവി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ വ്യവസ്ഥകൾ എന്തായിരിക്കണം എന്നുള്ള ചർച്ചയിൽ ഇവിടുത്തെ ഈ ദളിത് വിഭാഗങ്ങളെ എങ്ങനെ അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താം എന്നുള്ള ഒരു വിഷയത്തിൽ അവർ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ കമ്മ്യൂണൽ അവാർഡ് എന്നുള്ളത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ദളിതർക്ക് വേണ്ടി ഒരു മണ്ഡലം, അവിടെ ദളിത് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉണ്ടാകുക. അവിടെയുള്ള ദളിതർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമായിരുന്നു. കാരണം ഈ ദളിതരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. എന്നാൽ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. കാരണം മഹാത്മാഗാന്ധി വിചാരിച്ചിരുന്നത് ഇങ്ങനെ ചെയ്യുന്നത് തന്റെ ഇന്ത്യയിലെ ജനങ്ങളെ അത് വിഭജിക്കും എന്ന്. അപ്പൊ അത്തരത്തിൽ ഗാന്ധിജിക്ക് ഈ കമ്മ്യൂണൽ അവാർഡിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. അംബേദ്കറിന് ഇതിനോട് യോജിപ്പുണ്ട്. അപ്പൊ അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ ഒരു ആശയ സമരം ഉണ്ടാകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി അന്ന് പൂനെയിലെ ഏർവാഡ ജയിലിൽ കിടക്കുന്ന കാലത്ത് മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നു. ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞ ഇത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ മഹാത്മാഗാന്ധി നിരാഹാര സമരത്തിൽ നിൽക്കുന്നു. അവസാന ഘട്ടത്തിൽ അംബേദ്കർക്ക് മഹാത്മാഗാന്ധിയുടെ അഭിപ്രായത്തോട് യോജിക്കേണ്ടി വന്നു. അവരൊരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറാണ് പൂനെ പാക്ട്. അപ്പൊ പൂനെ പാക്ട് ആര് തമ്മിലായിരുന്നു? മഹാത്മാഗാന്ധിയും BR അംബേദ്കറും തമ്മിൽ. വിഷയം നിങ്ങൾക്കറിയാം, കമ്മ്യൂണൽ അവാർഡ്, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്, ഇതൊക്കെ ഓർമ്മിച്ചു വെക്കുക. മഹാത്മാഗാന്ധിക്ക് വേണ്ടി അന്ന് ഈ കരാറിൽ ഒപ്പുവെച്ചത് മദൻ മോഹൻ മാളവ്യ ആയിരുന്നു. അംബേദ്കറാണ് അംബേദ്കർക്ക് വേണ്ടി സൈൻ ചെയ്തത്. അപ്പോൾ ഇത് ഇന്ത്യ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്. അംബേദ്കറുടെ മറ്റ് രാഷ്ട്രീയ പ്രസക്തമായ ചില പോയിന്റുകൾ കൂടി നമുക്ക് പരിശോധിക്കാം.
അപ്പോൾ നാം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ജാതി വിവേചനങ്ങൾക്കെതിരെ ഉള്ള പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ജാതിയുടെ ഉന്മൂലനം അഥവാ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം. 1936 മെയ് 15 എന്ത് ചെയ്യുന്നത്, ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. ഈ പുസ്തകം വളരെ ഇന്ത്യ ചരിത്രവും അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ്. കൂടുതൽ നോളജിന് വേണ്ടി നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കാവുന്നതുമാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് വളരെ പ്രസക്തമായ സാമൂഹിക പ്രസക്തമായ ഒരു പുസ്തകമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദളിത് അല്ലെങ്കിൽ ജാതി വിവേചനങ്ങളുടെക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആണ് ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം. അപ്പം അദ്ദേഹം ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്നാണ് അംബേദ്കർ രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. പിന്നീട് അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പാർട്ടിയായി മാറുന്നുണ്ട്. അപ്പൊ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്നുള്ളതും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്നുള്ളതും ഓർത്തു വെക്കുക. അംബേദ്കർ രൂപം കൊടുത്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇത്. അപ്പം ഇതോടൊപ്പം നടന്ന മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ രാഷ്ട്രീയ പ്രവർത്തനമായി തോന്നാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നത് തന്റെ ഈ മതത്തിൽ, ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് ഈ ജാതിയിൽ നിന്നും ഒരു മോചനമില്ല എന്നും പറഞ്ഞുകൊണ്ട് അംബേദ്കർ മറ്റു മതങ്ങളെ കുറിച്ച് പഠിച്ച് അംബേദ്കർ അനുയായികളും ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. അപ്പൊ അദ്ദേഹവും അനുയായികളും ബുദ്ധമതത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ഇതും നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. അംബേദ്കർ അവസാന ഘട്ടത്തിൽ മരിക്കുമ്പോൾ ഏത് മതമായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, ബുദ്ധമതത്തിലായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതോടൊപ്പം അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻ കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഭരണഘടനാ ശില്പി എന്നുള്ള നിലയിലും അതോടൊപ്പം അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി എന്ന നിലയിലും വളരെയേറെ പ്രസക്തമായ കോൺട്രിബ്യൂഷൻസ് ഇന്ത്യ ചരിത്രത്തിന് നൽകിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര കോൺഗ്രസ് ഗവൺമെന്റിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി എന്നുള്ളത് അംബേദ്കർ ആണ്. അപ്പം ഇത് ഓർമ്മിച്ചു വെക്കുക, ഇതൊരു ചോദ്യമാവാം. മറ്റൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള ചോദ്യം. അപ്പം അംബേദ്കർ ആണ് ഉത്തരം. അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇതുവരെ നമ്മൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിത നാൾവഴികൾ പരിചയപ്പെട്ടു. വളരെ ഇമ്പോർട്ടന്റ് ആയി അദ്ദേഹത്തെ നാം ഇന്നും ഓർക്കുന്നതിന്റെ കാരണമായ ഭരണഘടന ശില്പി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസക്തമായ പൊസിഷനാണ് നാം അടുത്തായി ചെറുതായി ഒന്ന് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രമുണ്ട്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. അപ്പൊ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഡ്രാഫ്റ്റ് കോപ്പി അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നൽകുമ്പോൾ എടുത്ത ഫോട്ടോ ആണിത്. ഈ കോട്ടിട്ട് നിൽക്കുന്ന ആളാണ് BR അംബേദ്കർ. അദ്ദേഹം കോട്ടിടുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ദളിതർക്ക് എന്തുകൊണ്ട് കോട്ടിട്ടുകൂടാ എന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ എല്ലാ വേദികളിലും അംബേദ്കർ കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ആദ്യം പരിചയപ്പെട്ട ചിത്രത്തിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാം, ഒരു ടൈ ഒക്കെ ഇട്ടിട്ടുള്ള ചിത്രമായിരുന്നു. മറ്റൊരു വളരെ പ്രസക്തമായ പോയിന്റ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പരിശോധിച്ചു, 1927 ഡിസംബർ 25 മനുസ്മൃതി കത്തിച്ചിട്ടുണ്ട് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ഭരണഘടനാ നിർമ്മാണ വേളയിൽ അദ്ദേഹം ഹിന്ദു നിയമങ്ങളുടെ ഒരു സെഗ്രിഗേഷൻ നടത്തുന്നുണ്ട്. അപ്പം അത് നടത്തിയതിന്റെ പേരിൽ മോഡേൺ മനു എന്നുള്ള ഒരു വിശേഷണവും ഡോക്ടർ BR അംബേദ്കർക്കുണ്ട്. അപ്പോ മോഡേൺ മനു എന്നുള്ളവർക്ക് മനുസ്മൃതി കത്തിച്ച ആൾക്ക് തന്നെയാണ് മോഡേൺ മനു എന്നുള്ള ഒരു വിശേഷണവും വന്നിട്ടുള്ളത്. അപ്പോ ഇത്രയുമാണ് അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ചില സംഭവ വികാസങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് PSCക്ക് വേണ്ട പോയിന്റുകളും. ഇനി ഒരു യുഗത്തിന്റെ അവസാനം എന്നാണ് നമ്മൾ സ്ലൈഡിന് ടൈറ്റിൽ കൊടുത്തത്. യഥാർത്ഥത്തിൽ അംബേദ്കർ ഒരു യുഗത്തിന്റെ അവസാനം തന്നെയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണഘടനാ വിദഗ്ധൻ ആയിരുന്നു അംബേദ്കർ. അംബേദ്കറിന്റെ ആ സൃഷ്ടിയും ജ്ഞാനവും അപാരമായ ദീർഘദൃഷ്ടിയുമാണ് ഇന്ന് വരെ ഇന്ത്യയിൽ അങ്ങനെ വളരെ ഭീകരമായ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഇല്ലാതാവാനുള്ള ഒരു റീസൺ. അപ്പം 1956 ഡിസംബർ 6 അദ്ദേഹം ഡൽഹിയിൽ വെച്ച് മരിക്കുകയുണ്ടായി. മുകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ഇന്നലെ വരെ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് ബ്രിട്ടീഷുകാരെ പഴി പറയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ
നമുക്ക് നമ്മളെ തന്നെ പഴി പറയാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ കോട്ട് എന്നിട്ട് ഇതാര് പറഞ്ഞതാണ് എന്നുള്ള PSC ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഓർത്തു വെക്കുക, ഇത് അംബേദ്കറുടെ വാക്കുകളാണ്. അംബേദ്കർ ഇങ്ങനെ നമ്മളെ തന്നെയാണ് പഴി പറയേണ്ടത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയറും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഭരണഘടന സമ്മാനിച്ചത്. ഭരണഘടന ഉണ്ടായിട്ടും നമ്മളെ പഴി പറയുന്ന സാഹചര്യമുണ്ട്. എങ്കിലും ഈ വാക്ക് BR അംബേദ്കറുടേതാണ് എന്ന് ഓർത്തു വെക്കുക. ഡിസംബർ 6 അദ്ദേഹം നമ്മിൽ നിന്നും വിടവാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ വിശ്രമഭൂമി ചൈത്യഭൂമി എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ചൈത്യഭൂമി എന്നുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു വിശ്രമഭൂമികളിൽ ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ചില ബഹുമതികളൊക്കെ നൽകി ആദരിച്ചിട്ടുണ്ട്. അതിലൊന്ന് 1967 ഏപ്രിൽ 2 നമ്മുടെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഒരു വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. അന്നത്തെ പ്രസിഡന്റ് സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ഓർക്കുക. മറ്റൊരു പോയിന്റ് 1990 രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ 1990 എന്നും ഭാരതരത്ന നൽകിയ വർഷം, അംബേദ്കർക്ക് ഭാരതരത്ന നൽകിയ വർഷം 1990 എന്ന് ഓർമ്മിച്ചു വെക്കുക. മറ്റൊന്ന്, ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം നാഗ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടും പിന്നെ ജലന്ധർ NIT-യും അദ്ദേഹത്തിന്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുണ്ട്. ഈ നാഗ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത് ഒരു PSC ചോദ്യമായിരുന്നു. അംബേദ്കറോടുള്ള ആദരസൂചകമായി നാമകരണം ചെയ്യപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ട് ഏത് എന്നുള്ളത്. അപ്പോൾ അത് നാഗ്പൂർ എയർപോർട്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രത്തോളമാണ് അംബേദ്കറുടെ ജീവിതത്തിൽ PSC-യുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നാം നോക്കി വെക്കേണ്ട ചില പോയിന്റുകൾ. ഇനി PSC-യിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. വളരെ രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോയിന്റുകളെ സംബന്ധിച്ച് എല്ലാം തന്നെ PSC-യിൽ മുമ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2017, LDC 2007 കാസർഗോഡ് പത്തനംതിട്ട ചോദിച്ചതാണ്. ബോട്ട് ഡ്രൈവർ 2015 ചോദിച്ച ചോദ്യമാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര് എന്നുള്ളത്. നിങ്ങൾക്ക് ഉത്തരം അറിയാം, അംബേദ്കർ ആണ് ആൻസർ. മറ്റൊരു ചോദ്യം LDC കോട്ടയം 2011 ചോദിച്ചാണ്. ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളത്. അത് നിങ്ങൾക്കറിയാം, അംബേദ്കർ ആണ്. അപ്പോൾ ബഹിഷ്കൃത ഭാരത് നിങ്ങൾക്ക് ഓർക്കണം, ബഹിഷ്കൃത ഹിതകർണിനി സഭ എന്നുള്ളതാണ് അദ്ദേഹം രൂപം കൊടുത്ത വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായിട്ടുള്ള പ്രസ്ഥാനം. ബഹിഷ്കൃത ഭാരത് അദ്ദേഹത്തിന്റെ ഒരു പത്രമായിരുന്നു. പിന്നെ ഏതാണ്? മൂഗ് നായക്, മൂകന്മാരുടെ നായകൻ മൂഗ് നായക്. പിന്നെ ഇക്വാലിറ്റി ആവശ്യം, ഇക്വാലിറ്റി ജനത എന്ന് പറഞ്ഞ പത്രങ്ങൾ. അപ്പൊ ഈ മൂന്നും ആണ് അദ്ദേഹം നേതൃത്വം കൊടുത്ത പത്രങ്ങൾ. അപ്പൊ ഇത്രത്തോളമാണ് BR അംബേദ്കറെ കുറിച്ച് നമുക്ക് PSC-യിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട പോയിന്റ്സ്. BR അംബേദ്കറെ PSC-ക്ക് വേണ്ടി പഠിക്കുന്നത് വളരെ ചെറുതായിരിക്കാം, എന്നാൽ BR അംബേദ്കർ എന്നത് വളരെ വലിയ വാസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ജീവിതമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അദ്ദേഹത്തെ പഠിക്കണം. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ അനീലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം വായിക്കാൻ ശ്രമിക്കുക. മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയുണ്ട് അംബേദ്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാൻ നോക്കുക. അതിൽ നിന്നും കൂടുതൽ അറിവ് നിങ്ങൾക്ക് കിട്ടും. കൂടുതലായി അംബേദ്കറെ പഠിക്കുക. ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യ റിപ്പബ്ലിക്കായി തുടരാൻ വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കെല്ലാം സാധിക്കട്ടെ. നന്ദി.